ഇന്നൊരു യുദ്ധം ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഇല്ലാത്ത രീതിയിൽ ഇറാൻ ചാമ്പലാക്കുമായിരുന്നു എന്നാണ് ഇസ്രായേലി പത്രമായിട്ടുള്ള ഹയോം ഇന്ന് പുറത്തോട്ട് വിട്ടിട്ടുള്ള ഒരു വാർത്ത കേട്ടോ. അതായത് ട്രംപിൻ്റെ ഇസ്രായേലി പദ്ധതി പ്രകാരം ഇന്ന് വീണ്ടും ഇറാൻ ആക്രമിക്കുക എന്നുള്ളതായിരുന്നല്ലോ. അപ്പം അറബ് നേതാക്കൾ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ മാറുന്നു എന്നാണ് ട്രംപ് പറഞ്ഞതെങ്കിലും ഇന്നത്തെ യുദ്ധം യഥാർത്ഥത്തിൽ നടന്നിരുന്നെങ്കിൽ, അതായത് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇറാൻ പറഞ്ഞ നിങ്ങൾ ഇങ്ങോട്ട് ആക്രമിക്കി, ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. പക്ഷേ ഇന്നെങ്ങാനും നടന്നിരുന്നെങ്കിൽ മേഖലയിൽ വീണ്ടും ഒരു യുദ്ധം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ നേരിടാൻ ഇറാൻ തയ്യാറാക്കിയിട്ടുള്ള തീവ്ര മിസൈൽ ആക്രമണ പദ്ധതിയെക്കുറിച്ചിട്ടാണ് ഇസ്രായേലി പത്രമായിട്ടുള്ള ഇസ്രായേൽ ഹയോം എന്ന് പറഞ്ഞ പത്രം പുറത്തുവിട്ടിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടായിട്ടാണ്, അവർക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടായിട്ടാണ് അവർ പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. അത് ഒരു ചെറിയ ന്യൂസ് അല്ല, അതൊരു വലിയ ന്യൂസ് തന്നെയാണ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്ന് പോയിട്ട് വരാം. അതായത് തീവ്രവും ഹ്രസ്വവുമായിട്ടുള്ള ആക്രമണമാണ് ഇറാൻ പ്ലാൻ ചെയ്തത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് പകരം വളരെ പെട്ടെന്ന് തീവ്രമായിട്ടുള്ള ആഘാതം സൃഷ്ടിക്കുക എന്നുള്ള ഒരു പദ്ധതിയായിരുന്നു ഇറാൻ ഇപ്രാവശ്യം ആവിഷ്കരിച്ചത്. അതായത് എല്ലാ പ്രാവശ്യവും കുറച്ച് മിസൈൽസുകൾ അങ്ങോട്ട് വരും, കുറച്ച് ജെറ്റുകൾ ഇങ്ങോട്ട് വരും, കുറച്ച് മിസൈൽസുകൾ അങ്ങോട്ട് വരും. അങ്ങനെ ഒരു സ്ലോ പ്രോസസ്സിലായിരുന്നു കഴിഞ്ഞ 40 ദിവസത്തെ യുദ്ധം പോയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഇറാൻ അങ്ങനെ ഒരു തീരുമാനമേ ഇറാൻ ഉണ്ടായിരുന്നില്ല. ഇറാൻ പ്ലാൻ ചെയ്തത് പെട്ടെന്ന് അങ്ങോട്ട് തീർത്താൾ, അതായത് നമ്മുടെ കയ്യിലുള്ള 70% മിസൈൽസ് ഇപ്പോൾ അവരുടെ കയ്യിൽ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മാക്സിമം പ്രഹരശേഷിയുള്ള മിസൈലുകൾ വെച്ചിട്ട് ഇസ്രായേൽ അങ്ങോട്ട് തീർത്താൾ എന്നുള്ള ഒരു ചിന്തയിലാണ് ഇറാൻ കരുതിക്കൂട്ടിയിരുന്നത് എന്നാണ് ഈ പത്രം പുറത്തോട്ട് വിട്ടിട്ടുള്ള റിപ്പോർട്ട്. അതായത് വളരെ പെട്ടെന്ന് തീവ്രമായിട്ടുള്ള ആഘാതം സൃഷ്ടിക്കാനുള്ള ഒരു പദ്ധതി ഇതാണ് ഇറാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രതിദിനം ഡസൻ കണക്ക് മുതൽ 100 കണക്ക് വരെ മിസൈലുകൾ ഒരേ സമയത്ത് ശത്രുക്കൾക്ക് നേരെ തൊടുത്തുവിടാൻ ആയിരുന്നു ഇറാൻ്റെ പദ്ധതി എന്നാണ് പറയുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഒരേ സമയം സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഡ്രോണുകൾ, 100 കണക്കിൽ ഡ്രോണുകൾ ആദ്യം വിടുക, അതിൻ്റെ ശേഷം പ്രഹരശേഷിയുള്ള കൊറംഷെയർ പോലത്തെ ഫത്തഹ് പോലത്തെ മറ്റ് മിസൈലുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വിടുക എന്നുള്ളതായിരുന്നു ശത്രുവിൻ്റെ, അതായത് ഇസ്രായേലി പത്രമായതുകൊണ്ട് ശത്രുവിൻ്റെ പ്ലാൻ എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമോസ് കടലിടുക്ക് മൊത്തമായിട്ട് അടയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ മേഖലയിലെ തങ്ങളുടെ പ്രധാന നയതന്ത്ര ഭീഷണിയായിട്ടുള്ള ആഗോള കപ്പൽ ഗതാഗതത്തെ പൂർണ്ണമായിട്ട് തടസ്സപ്പെടുത്താനും കൂടെ ആയിരുന്നു ഇറാൻ്റെ നീക്കം. ഇനി അത് മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് ഹൂത്തികൾക്കുള്ള നിർദ്ദേശം വരെ കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. ഹൂത്തികൾക്ക് ചെങ്കടൽ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഇറാൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇതിനായി യമനിലെ ഹൂത്തികൾക്ക് ചെങ്കടലിൻ്റെ പ്രവേശന കവാടമായിട്ടുള്ള ബാബൽ മന്ദിൽ കംപ്ലീറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്യുക, പൂർണ്ണമായിട്ട് അടച്ചിടുക, ഇതായിരുന്നു ഇറാൻ്റെ പദ്ധതി എന്നാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. അതായത് ഒരേ സമയം 2 പ്രമുഖ അന്താരാഷ്ട്ര സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് കപ്പൽ പാതകളായിട്ടുള്ള സ്ട്രേറ്റ് ഓഫ് ഹോർമോസും ബാബൽ മന്ദും ഒരേ സമയത്ത് അടച്ചിടുക. അങ്ങനെ ആഗോള തലത്തിൽ കംപ്ലീറ്റ്ലി പ്രതിസന്ധി, ഒരു ഡേയിൽ തന്നെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ പ്രതിസന്ധികൾ കൊണ്ടുവരിക എന്നതായിരുന്നു ഇറാൻ്റെ പദ്ധതി എന്നാണ് പറയുന്നത്. ഇതൊക്കെ മുൻകൂട്ടി ഇൻ്റലിജൻസ് കണ്ടതിന് ശേഷമാണ് ഈ ഒരു യുദ്ധത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഇന്ന് നടത്താനിരുന്ന ഒരു യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറിയത് എന്നാണ് പറയുന്നത്. അതല്ലാണ്ട് ഒരു സമയം പറയും പാകിസ്ഥാൻ്റെ നേതാക്കൾ പറഞ്ഞതുകൊണ്ട്, ഒരു സമയം പറയും ഞങ്ങൾ അറബ് നേതാക്കൾ പറഞ്ഞതുകൊണ്ട് ഒന്നുമല്ല. ഇറാൻ്റെ പദ്ധതികൾ ഇവർ മുൻകൂട്ടി പല രീതിയിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ കിട്ടുന്നത് കൊണ്ട് പേടിച്ചിട്ടാണ് അമേരിക്കയും അല്ലെങ്കിൽ ഇസ്രായേലും പദ്ധതികൾ നീട്ടിക്കൊണ്ടു പോകുന്നത്. കൂടുതൽ സാധനങ്ങൾ ശേഖരിച്ച് വെക്കാനും കൂടുതൽ പവറാക്കി വരാനും വേണ്ടിയിട്ടുള്ള ഇസ്രായേലിൻ്റെയും അതുപോലെ തന്നെ അമേരിക്കേൻ്റെയും തന്ത്രം മാത്രമാണ് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോകൽ എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇസ്രായേലിൻ്റെ ചാനൽ 14 ഒരു റിപ്പോർട്ട് പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അതായത് ചാനൽ 14 ഇമാനുവൽ റിക്ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് അതിൻ്റെ പത്രപ്രവർത്തനമാണ് വെളിപ്പെടുത്തിയിട്ടുള്ള കുറച്ച് അടിസ്ഥാന റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നുണ്ട്. ഇസ്രായേലി പ്രത്യേക സേന, അതായത് സ്പെഷ്യൽ ഫോഴ്സ് ഇറാനിലെ ആണവ നിലയങ്ങൾ വെറുതെ ബോംബിട്ട് തകർക്കുന്നതിന് പകരം അവിടത്തേക്ക് ഇരച്ചു കയറി സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈക്കലാക്കാനുള്ള പദ്ധതികൾ അവരിടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ഇസ്ഫഹാൻ ആണവ നിലയത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് പർവ്വതത്തിൻ്റെ ഒരുപാട് അടിയിലോട്ടൊന്നുമില്ല സ്ഥിതി ചെയ്യുന്നത്. അതായത് ഫോഡോ ആണെങ്കിൽ, ഫോഡോ എന്ന് പറഞ്ഞാൽ എത്രയോ കിലോമീറ്റർ താഴോട്ടാണ്, ഈ പർവ്വതത്തിൻ്റെ താഴോട്ടാണ് ഫോഡോ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇസ്ഫഹാൻ കുറച്ച് 1-2 കിലോമീറ്റർ മാത്രം താഴ്ചയിൽ മാത്രം സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാനിലോട്ട് ഇസ്രായേലി സേനനെ ഒന്നായിട്ട് അഴിച്ചു വിട്ടിട്ട് കംപ്ലീറ്റ്ലി അവിടുത്തെ യുറേനിയം, അവിടെ ശേഖരിച്ച് വെച്ചിട്ടുള്ള യുറേനിയം അടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ പ്ലാൻ എന്നാണ് പറയുന്നത്. പക്ഷേ ആ പ്ലാൻ എത്രത്തോളം നടപ്പാക്കാൻ പറ്റും എന്ന് ഇസ്രായേലുകൾക്ക് പോലും ഒരു ഉറപ്പില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, ഇവിടത്തേക്ക് തുളച്ച് കയറി യുറേനിയം പുറത്തെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഇസ്രായേലി IDF പോലും വലിയൊരു ഉറപ്പില്ല എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പുറത്തോട്ട് വന്നിട്ടുള്ളത്. അതായത് സൈനിക നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഇത്തരം ഒരു ദൗത്യം പ്രായോഗികമായിട്ട് അതീവ സങ്കീർണമാണ്, അത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇസ്ഫഹാനിലുള്ള യുറേനിയം എളുപ്പത്തിൽ എടുത്തു മാറ്റാൻ കഴിയുന്ന രൂപത്തിലല്ല, മറിച്ച് വലിയ സിലിണ്ടറുകളും കനത്ത രാസരൂപത്തിലുള്ള
രാസരൂപത്തിലുമാണ് ഇത് അടക്കി വെച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഇറാന്റെ മധ്യഭാഗത്തുള്ള ഒരു ആണവ നിലയത്തിൽ കയറി റേഡിയോ ആക്റ്റീവ് അവശിഷ്ടങ്ങൾ സുരക്ഷിതമായിട്ട് കടത്തിക്കൊണ്ടുവരിക എന്നത് സൈനികമായിട്ട് ഏറെക്കുറെ അസാധ്യമാണ്. അതുകൊണ്ട് അത്തരം പദ്ധതികളിൽ നിന്നും ഇറാൻ തൽക്കാലം മാറ്റി അല്ലെങ്കിൽ ഇസ്രായേൽ മാറി നിന്നു എന്നാണ് ഈ ഒരു ഇസ്രായേലി പത്രമായിട്ടുള്ള ചാനൽ 14 പത്രപ്രവർത്തനായിട്ടുള്ള ഇമാനുവൽ റിക്ലൈൻ ഇന്ന് പുറത്തോട്ട് വിട്ടിട്ടുള്ള മറ്റൊരു റിപ്പോർട്ട്. ഇനി അത് മാത്രമല്ല കേട്ടോ, ഇസ്രായേലി പത്രമായിട്ടുള്ള മാരേവ് ഇന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തോട്ട് വിട്ടിട്ടുണ്ട്. അതായത് ഇന്നത്തെ ഒരു ഫ്ലൈറ്റ് റഡാർ സിസ്റ്റത്തിൽ കണ്ടിട്ടുള്ള ഈ പിക്ചേഴ്സാണ് നിങ്ങൾ കാണുന്നത്. അതായത് ബെൻകുര്യൻ എയർപോർട്ടിൽ നിന്ന് ഇന്നൊരു ജെറ്റ്, ഒരു പ്രൈവറ്റ് ജെറ്റ് അബുദാബി, അതായത് UAE അബുദാബിയിലോട്ട് വന്നിട്ടുണ്ട്. ഇതാര് വന്നതാണ്, എന്തിനു വന്നതാണ് എന്നുള്ള ആളുകളൊക്കെ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത്തരം ഈ ഒരു സംഘർഷ ഘട്ടത്തിൽ ഈ ഒരു പാത ആരാണ് എന്താണെന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നെതന്യാഹു ഇപ്പം ഇവിടെ വന്നു, അതായത് അബുദാബിയിൽ വന്നു, അവിടുത്തെ പ്രസിഡന്റിനെ കണ്ടു, അൽ നഹിയാനെ കണ്ടു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ അവരെ നിഷേധിച്ച് ദുബായ്, അതായത് UAE നിഷേധിച്ചെങ്കിലും ഇസ്രായേലി പത്രങ്ങൾ അത് ബാക്ക് ടു ബാക്ക് പറയുന്നുണ്ട്. ഇന്ന് വീണ്ടും മാരീവിൻ്റെ ചില പത്ര രഹസ്യങ്ങൾ അവർ പുറത്തോട്ട് വിട്ടിട്ടുള്ളത് UAEയിലേക്കുള്ള തങ്ങളുടെ രഹസ്യ സന്ദർശനത്തിനായി നെതന്യാഹു UAEയിലെ ഉദ്യോഗസ്ഥരെ മാത്രമല്ല മറ്റ് ചില രാഷ്ട്രീയ കൂടിക്കാഴ്ചകളും UAEയിൽ വെച്ച് നടന്നു എന്നാണ് മാരീവ് പുറത്തോട്ട് വിട്ടത്. ആര് എന്ത് എന്നുള്ള ഡീറ്റെയിൽസുകളൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല. അതായത് ഇറാനുമായിട്ടുള്ള പ്രാദേശിക സംഘർഷങ്ങൾ നിലനിൽക്കെ ആ പശ്ചാത്തലത്തിൽ UAE ഒമാൻ അതിർത്തിയോട് ചേർന്നിട്ടുള്ള അലൈനിലോട്ടാണ്, അതായത് അലൈനിലോട്ടാണ് വന്നത് എന്നാണ് പറയുന്നത്. മാർച്ച് 26 ഈ ഒരു സന്ദർശനം നടന്നിട്ടുള്ളത്. അബുദാബിയിലോട്ടോ ദുബായിലോട്ടോ ഒന്നുമില്ല, അലൈൻ എയർപോർട്ടിലോട്ടാണ് ഈ ഒരു സന്ദർശനത്തിനായിട്ട് നെതന്യാഹു നേരിട്ട് എത്തിയിട്ടുള്ളത്. ഇവിടെ എന്താ പറയുക, യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല മറ്റ് ചില രാഷ്ട്രീയ ചർച്ചകളും ഇവിടെ നടന്നു എന്നാണ് മാരീവ് പുറത്തോട്ട് വിട്ടിട്ടുള്ള ഈ ഒരു റിപ്പോർട്ട്. ഇതോടൊപ്പം തന്നെ വിവാദമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ച, നെതന്യാഹുവിൻ്റെ ഈ ഒരു കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും ഈ കൂടിക്കാഴ്ചയിൽ നടന്നിട്ടുള്ള ഡിസ്കഷൻ്റെ പ്രസ്താവനകളും ഇരു രാജ്യങ്ങളും ഒന്നിച്ചിട്ട് ഒരു പ്രസ് മീറ്റിങ്ങിൽ അല്ലെങ്കിൽ അത് ഒരുമിച്ച് പുറത്തുവിടുക, ഔദ്യോഗികമായിട്ട് പുറത്തുവിടാമെന്നായിരുന്നു ആദ്യം ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനിച്ചു വെച്ചിരുന്നത്. പക്ഷേ UAEയുടെ സമ്മതത്തോടില്ലാണ്ട്, UAEയുടെ അറിവില്ലാണ്ട് മെയ് 13 നെതന്യാഹുവിൻ്റെ ഓഫീസാണ് ഇങ്ങനെ ഒരു സന്ദർശനം നടന്നു എന്നുള്ള കാര്യം പുറത്തോട്ട് വിട്ടത്. ആ ഒരു കാരണം ഉള്ളതുകൊണ്ട് തന്നെ രീതിയിലായിരിക്കും ഇറാൻ UAEനെ ആക്രമിക്കുക എന്നുള്ളത് UAEക്ക് വ്യക്തമായി. അപ്പം ഇസ്രായേൽ ഇതിൻ്റെ ഇടയിൽ കളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ ഞങ്ങളെ തമ്മിലടുപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ചെയ്തത് എന്നുള്ളത് കൊണ്ടാണ് UAE സ്പോട്ടിൽ വന്ന് പറഞ്ഞത് നിഷേധിച്ചു. ഞങ്ങൾ അല്ലെങ്കിൽ നെതന്യാഹു വന്നിട്ടില്ല, അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല എന്ന് UAE വ്യക്തമായിട്ട് പറയാനുള്ള കാരണം ഇവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഡിസ്കഷൻ നമ്മൾ ഒരുമിച്ച് പുറത്തുവിടുന്ന സമയമാകുമ്പോൾ എന്നുള്ളത് മാറ്റി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇസ്രായേലിൻ്റെ ഒരു ചതിയാണ് ഇവിടെ നടന്നത് എന്നാണ് മാരീവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് മനസ്സിലാവും, അതായത് ഈ അറബ് രാജ്യങ്ങളെ ഇറാനുമായിട്ട് തമ്മിലടുപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്രധാന ഉദ്ദേശം. അതിന് ഇവന്മാരെ ഏതൊക്കെ രീതിയിൽ പൊട്ടന്മാരാക്കാൻ പറ്റുമോ അതിൽ പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതിനിപ്പം കാണുന്നത്. പക്ഷേ അത് എത്രത്തോളം ഏത് രീതിയിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾ മനസ്സിലാക്കുമെന്നറിയില്ല. എന്തായാലും പേടിച്ച് പോയി ഇറാൻ ഏത് രീതിയിലാണ് ഞങ്ങൾ ആക്രമിക്കുക. അതല്ലെങ്കിൽ മെയ് 13 ശേഷം തന്നെ ഇറാൻ്റെ പല പ്രസ്താവനകളും വളരെ ക്ലിയർ ആണ്. ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഞങ്ങൾ അടിക്കാൻ പോകുന്ന UAEയിലായിരിക്കും. അപ്പോൾ ആ പേടി നല്ലപോലെ UAEക്ക് ഉണ്ട്. കാരണം ഇത്രയുള്ളൊരു രാജ്യമാണ്. ഇപ്പോൾ ദുബായ് എത്രയുണ്ട്, അബുദാബി എത്രയുണ്ട്, അലൈൻ, ഷാർജ, ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ വളരെ ചെറിയ സ്ഥലങ്ങളാണ്. 1, 2, 3 മിസൈലുകൾ വേണ്ട പോലെ അവിടെ പതിച്ചു കഴിഞ്ഞാൽ ആ രാജ്യം തന്നെ അങ്ങോട്ട് ഇല്ലാണ്ടാവും. ആ രാജ്യത്തിൻ്റെ കംപ്ലീറ്റ് തീർന്ന അവിടെ ആ സിറ്റി തന്നെ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് വരും. അപ്പോൾ UAEക്ക് നല്ല പേടിപ്പുണ്ട്. എങ്കിലും ഞങ്ങൾ അവരുടെ സ്വന്തം താല്പര്യങ്ങളും മറ്റു പല താല്പര്യങ്ങൾക്കും ഇപ്പം അമേരിക്കയും ഇസ്രായേലും സപ്പോർട്ട് ചെയ്തേ UAEക്ക് പറ്റൂ. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു കാര്യമാണ് ഇപ്പം ഇന്ന് മാരീവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെയുള്ള പല കളികളും പല പത്രങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഇസ്രായേലി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇറാനിയൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് ഇപ്പം നമ്മൾ ഇൻ്റർനാഷണൽ ചാനലുകൾ എടുത്തു കഴിഞ്ഞാൽ, ഫോക്സ് എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ അൽ ജസീറ എടുത്ത് ബാക്കിയൊക്കെ എടുത്ത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തോട്ട് വിടുന്നില്ല. കാരണം അവർക്കൊക്കെ ചില പ്രൊപ്പഗണ്ട ന്യൂസുകൾ മാത്രമാണ് മറ്റ് ചാനലുകൾ പുറത്തോട്ട് വിടുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ അകത്തും അതുപോലെ തന്നെ ഇറാൻ്റെ അകത്തുള്ള വരുന്ന ചാനലുകൾ വിടുന്ന വാർത്തകൾ ഏറെക്കുറെ അതിൽ ഒരുപാട് സത്യാവസ്ഥ ഇപ്പം നിലവിലുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം പറയാനുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇപ്പം പുതിയ റിപ്പോർട്ടുകൾ, പുറത്തോട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. ഇനി ഇതിൻ്റെ ഇടയിൽ ഇറാൻ ഒരുപാട് സ്പൈകളെ പൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്കൻ്റെ ആയുധങ്ങളായിട്ട് വരുന്ന സ്പൈസും അതുപോലെ അമേരിക്കയുടെ പല സിസ്റ്റംസുമായിട്ട് വരുന്ന സ്പൈകളെ, മൊസാദിൻ്റെ ചാരന്മാരെയൊക്കെ ഇറാൻ്റെ അകത്തുനിന്ന് ഇപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയങ്ങളിലായിട്ട്. അങ്ങനെ ഇതൊരു ഭയങ്കര സങ്കീർണമായിട്ടുള്ള രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്. പെട്രോളിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഹോർമോസ് ക്ലോസ് ചെയ്യുന്ന രീതിയിലോട്ടാണ് ഇനി കാര്യങ്ങൾ പോകുന്നത്. അപ്പം ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ആർക്കും രക്ഷയില്ലാത്ത അവസ്ഥയാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശരി.